അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇനിയിപ്പോൾ പോകുന്ന ചർച്ചയിലേക്കും നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. ആ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട് അത് ചില ഒരു തരത്തിൽ പറഞ്ഞ സീറ്റ് ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 12 സീറ്റായി ഇടതുപക്ഷത്തിൻ്റേതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. ചർച്ചയിലല്ല, അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് CPM വെച്ചപ്പോൾ കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതോ ആ തീരുമാനങ്ങളും അതുപോലെ തന്നെ നമ്മളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയർമാനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലാ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓരോ മേഖലയിൽ CPM, CPI, കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ മേഖലയിലും അഡീഷണലായിട്ട് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി LDF ഒരാളെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മലബാർ മേഖലയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ KJ ദേവസ്യ, സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ KJ ദേവസ്യയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ഈ മേഖലയിൽ, കൊല്ലം മേഖലകളിൽ നമ്മുടെ സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ VT ജോസഫാണ്. പഴയ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനുണ്ടാകും. മറ്റ് ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായത് ഏതാണ്ട് 5.5 വർഷക്കാലം മുമ്പ് ഇതേ ഒരു ഘട്ടത്തിലാണ്. ഒക്ടോബർ മാസം പകുതിയോടുകൂടി 14-നാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറി. എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടത്തിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നീക്കുപോക്കുകൾ നടത്തി. ഈ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ പല സ്ഥലങ്ങളിൽ ലഭിച്ചു. പക്ഷേ പല ജില്ലകളിലും നമ്മൾ അതിൻ്റെ അവലോകനം ചെയ്ത് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വിജയം നമുക്ക് പല മേഖലകളിൽ, അത് കേരള കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട പല മേഖലകളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതിനെയൊക്കെ നമ്മൾ കാരണങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ഞാനത് പൊതുവേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ പ്രധാനം കഴിഞ്ഞ 5.5 വർഷക്കാലം കൊണ്ട്, അല്ലെങ്കിൽ 5 വർഷക്കാലം കൊണ്ട് കേരള കോൺഗ്രസ് എന്തു ചെയ്തു, ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ കാര്യത്തിലും ജനങ്ങളുടെ കാര്യത്തിലും സോഷ്യൽ ഇഷ്യൂവിൻ്റെ കാര്യത്തിലും സാമൂഹിക വിഷയത്തിൻ്റെ കാര്യത്തിലും എന്തൊക്കെ ഇടപെട്ടു, എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നൊരു ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ള ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി, ഇവിടെ നേതാക്കന്മാർ പറയുകയുണ്ടായി. അപ്പോൾ ഞാനതുമായി ബന്ധപ്പെട്ട ഒരു ദീർഘമായ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കേരള കോൺഗ്രസ് പാർട്ടി കേരള സംസ്ഥാനത്ത് എന്ത് ചെയ്തു, അത് ഭരണത്തിലുണ്ടോ ഭരണത്തിലില്ലയോ എന്നുള്ളതല്ല, പക്ഷേ അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു തരത്തിൽ പറഞ്ഞ പ്രതിപക്ഷം, നമുക്കറിയാം ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ, ഒരു സോഷ്യൽ ഇഷ്യൂസ് നടക്കുമ്പോൾ, വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു തരത്തിലും പരിമിതികളുണ്ട്. ഒരു തരത്തിലും ഭരണം നടത്തുന്ന ആ സർക്കാരിന് ഒരു എംബാരസ്മെൻറ്റ് വരാതെ വേണം നമുക്ക് ഈ കാര്യം ചെയ്യാൻ, അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ 100 കൂട്ടം കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഇതൊരു സമരമോ അല്ലെങ്കിൽ ഒരു ആരോപണത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമോ ഒന്നുമല്ല. പക്ഷേ കൃത്യമായി ഓരോ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനൊരു പരിധിവരെ പരിഹാരം കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെടുക്കുകയാണെങ്കിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ആ ബഫർ സോൺ വഴി എത്രയോ വലിയ ചർച്ചകളാണ്. ചാനലുകളെല്ലാം നിങ്ങളെല്ലാവരും ആ ചർച്ചകളിലൊക്കെ പങ്കെടുത്തതാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടത് കേരള കോൺഗ്രസ് എമ്മാണ്. ഇത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല, പക്ഷേ ഇത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിന് വ്യക്തമായി ഇവിടെ വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാഴികാടൻ ഇവിടെ ഉൾപ്പെട്ട് ഞാനും അദ്ദേഹവും, അത് ലോക്സഭാ അംഗമായിരുന്ന ആ ഘട്ടത്തിൽ ഒരുമിച്ച് പോയി
അവിടെ ഒരു എംപവർ കമ്മിറ്റിയെ കണ്ട് അവിടെ ഞങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് 42 പേജുള്ള റിപ്പോർട്ട് കൊടുത്തു. എംപവർ കമ്മിറ്റിയാണ് ആരെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് വന്നപ്പോൾ ഇത് റിമോട്ട് സെൻസിങ്ങിലല്ല ഇതിൻ്റെ ഇൻവെൻട്രി എടുക്കേണ്ടത്, പക്ഷേ ഇത് എടുക്കേണ്ട ഫിസിക്കൽ വെരിഫിക്കേഷനാണെന്ന് പറയുകയും അതനുസരിച്ച് കേരള കോൺഗ്രസിൻ്റെ ആവശ്യം അനുസരിച്ച് അത് പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കൂടി ആയിപ്പോയി. പ്രതിപക്ഷം പറഞ്ഞു ഇത് കേരള കോൺഗ്രസ് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങളിത് മാറ്റുന്നെന്ന് പോലും പ്രതിപക്ഷ നേതാവ് അസംബ്ലിക്കകത്ത് ചോദിച്ചു. അപ്പോൾ അതിൽ ഒരു മാറ്റം വരികയും ഒരു പരിധി വരെ പരിഹരിക്കാനും കഴിഞ്ഞു. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വന്യമൃഗത്തിൻ്റെ അക്രമവുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായി ഏറ്റവും ആദ്യമേ ഇപ്പോഴും ഒരു രാഷ്ട്രപ്രസ്ഥാനം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഒരു വന്യമൃഗം അക്രമകാരിയായ ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അതിനെ വെടിവെച്ചിക്കണം, വനത്തിൽ നിന്ന് വന്ന് പുറത്തേക്ക് വന്ന് തന്നെ വെടിവെച്ച് വീഴ്ത്തണം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടി. ഞാൻ പറയുകയുണ്ടായി, അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, 2-3 വർഷക്കാലം മുമ്പ് അന്ന് ഒത്തിരി പ്രതിഷേധങ്ങളുണ്ടായി, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത്.